എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നിയമം പറയുന്നു. അത് ദൈവത്തിന്റെ നിലവാരം എനിക്ക് കാണിച്ചു തരുന്നു. ഞാൻ എത്രത്തോളം വീഴ്ച വരുത്തുന്നുവെന്ന് ഞാൻ കാണുന്നു. ഇത് ചെയ്യുക, നിങ്ങൾ ജീവിക്കും എന്ന് നിയമം പറയുന്നു. പക്ഷേ എനിക്ക് അത് പൂർണ്ണമായി പാലിക്കാൻ കഴിയില്ല. ഞാൻ എത്ര കഠിനമായി ശ്രമിച്ചാലും ഞാൻ ഇപ്പോഴും പരാജയപ്പെടുന്നു. നിയമം എന്റെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നു, പക്ഷേ അത് എടുത്തുകളയാൻ കഴിയില്ല. പിന്നെ കൃപ വരുന്നു. കൃപ പറയുന്നു, നിങ്ങൾ അത് സമ്പാദിച്ചതുകൊണ്ടല്ല, യേശു അതിന് വില നൽകിയതുകൊണ്ടാണ് നിങ്ങളോട് ക്ഷമിക്കുന്നത്. നിയമം ഒരു കണ്ണാടി പോലെയാണ്, അത് എന്റെ അഴുക്ക് കാണിക്കുന്നു. കൃപ വെള്ളം പോലെയാണ്, എന്നെ ശുദ്ധീകരിക്കുന്നു. നിയമം നീതി ആവശ്യപ്പെടുന്നു, കൃപ ഒരു സൗജന്യദാനമായി നീതി നൽകുന്നു. നിയമം ഒരു രക്ഷകന്റെ ആവശ്യകത കാണിക്കുന്നു, കൃപ എനിക്ക് ആ രക്ഷകനെ നൽകുന്നു. ന്യായപ്രമാണത്തിൽ ഞാൻ എന്റെ ബലഹീനത കാണുന്നു, കൃപയിൽ ഞാൻ എന്റെ ശക്തി കണ്ടെത്തുന്നു. നിയമം മരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു, പക്ഷേ കൃപ എന്നെ ജീവിതത്തിലേക്ക് നയിക്കുന്നു. കൃപയിൽ ജീവിക്കുക എന്നാൽ ശിക്ഷയെ ഭയപ്പെടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹവും നന്ദിയും നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കുക എന്നതാണ്. അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് പാപത്തെ മറികടക്കാനുള്ള ശക്തിയാണ്.